വെറും 8 ദിവസത്തിന്റെ ദൗത്യത്തിന് വേണ്ടി ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസും വിച്ച് വിൽമോറും കഴിഞ്ഞ 8 മാസത്തോളമായി ഭൂമിയിലേക്ക് മടങ്ങി വരാനാകാതെ ബഹിരാകാശത്ത് തന്നെ തുടങ്ങുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുക്കുകയാണ്. കൂറ്റൻ ദൗത്യവുമായി സ്പേസ് എക്സ് വിക്ഷേപിച്ചു കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം സുനിത വില്യംസും വിച്ച് വിൽമോറും ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ കഴിയുന്ന ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ശാരീരികമായി ഇരുവർക്കും നേരിടുന്ന വെല്ലുവിളികൾ ഏറെ കഠിനകരമാണ്. സീറോ ഗ്രാവിറ്റിയിൽ നിലനിൽക്കുന്ന ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവരെയും തേടിയെത്തുന്നത് വലിയ വെല്ലുവിളികളാണ്. ബഹിരാകാശ നിലയത്തിൽ ഭാരമില്ലാതെ കഴിയുകയാണ് സഞ്ചാരികൾ. തിരിച്ച് ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ തങ്ങൾക്ക് ഒരു പെൻസിൽ കൂടി ഉയർത്താനാകില്ലെന്നുമാണ് ഇവർ പറയുന്നത്. 6 മാസം നീണ്ട പുതിയ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് ഇനി 4 യാത്രികരെയാണ് നാസ ഇനി അടുത്തതായി അയക്കുന്നത്. ഇവർ നിലയത്തിലെത്തിയിട്ടുള്ള ഒരാഴ്ചക്കാലം ചുമതലയ്ക്കുള്ള കൈമാറ്റത്തിന്റെ സമയമാണ്. നിലവിൽ സ്പേസ് എക്സിന്റെ കമാൻഡറായ സുനിത വില്യം ക്രൂ 10 ദൗത്യത്തിനായി വരുന്ന പുതിയ കമാൻഡർക്ക് ISSന്റെ ചുമതല നൽകും. ഇതിനുശേഷമാണ് സുനിത വില്യംസും വിച്ച് വിൽമോറും ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.